കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ പിഷാരടി. താങ്ക് യു സർ. എ ഗ്രേഡ് പ്രൊഫസർഷിപ്പ് കിട്ടിയ ഓർഡേഴ്സാ. ചെലവുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. ഷാരടി മാഷിനെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ചോദിച്ചില്ല. എനിക്ക് കീഴ്പള്ളി വരെ ഒന്ന് പോകണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മീരജി. എന്റെ ഭരതേട്ടൻ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരജി കൊടുത്തേ? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എടുത്തിമാന്നൊന്നും ഞാൻ നോക്കില്ല. ഒന്ന് പറഞ്ഞു തന്നെ, ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീര് കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്? എനിക്ക് കാശ് വേണം. ഒരു 2000 രൂപ വളരെ അത്യാവശ്യം. കടായിട്ട് മതി. കൈ കിട്ടുമ്പോ തിരിച്ചു തരും. വേണാച്ചാ പലിശയാവാം. എവിടുന്നാ വിശ്വട്ടാ കാശ്? തിരിച്ചേരി ബാലരാമ പിഷാരയുടെ മോളല്ലേ നീയേ? 4:45 നിന്റെലും കാണാതിരിക്കുവോ? ഇപ്പൊ ഒന്നുമില്ല. നിന്റെ ഉണ്ടോടി? ഉണ്ട്, പക്ഷെ സ്റ്റേറ്റ് ബാങ്കിനകത്താ. ലോക്കറിന്റെ താക്കോല് ഇരിങ്ങണ്ണൂര് മച്ചും പുറത്തും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? കോമഡി പറയാ നീ. ഒരു പണി, ഞാൻ കൂടെ വരാം. ഗേറ്റിംഗ് ഒക്കെ കാത്തുന്നോളാം. നീ വീട്ടിൽ ചെന്ന് എടുത്ത് തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. വളരെ അത്യാവശ്യമുണ്ട് എനിക്ക്. എന്താ അത്യാവശ്യം? കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനൊക്കെ അല്ലേ? ആടേ, അതിന് തന്നെയാ. ഞാൻ കുടിക്കും, കളിക്കും, പെണ്ണു പിടിക്കും. അല്ലാണ്ട് ഞാനും വാങ്ങണു പണ്ഡിതരായ പട്ടം. ഞാനും എഴുതണ പൊത്തകം. ചേടാ, തറവാട്ടിലൊരു മഹാനുണ്ടെന്ന് വെച്ച് അവിടെ കിടക്കണ പട്ടിക്ക് ഉണ്ടാവണമെന്നുണ്ടോ മഹത്വം? അവിടെ ഞാനും നിന്റെ മുറച്ചെറുക്കനാ. അയാൾക്കുള്ള അതേ അവകാശം എനിക്ക് നിന്നോടുണ്ട്. അയാൾക്ക് മാത്രം വിരിച്ചാ പോരാ നീ നിന്റെ സപ്രപഞ്ചം. ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും കൂടെ ആവാം. എന്നെ പിടിച്ചോടി നീ.